ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഓഗസ്റ്റ് മന്ത് റീഡിംഗ് ആണ്. നിങ്ങൾക്കുള്ള ഓഗസ്റ്റ് മന്ത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്റ്റോണാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലൂ കളറിലുള്ള ആ ഒരു ക്യാൻഡിൽ ഹോൾഡറാണ്. സെക്കൻഡ് വൺ ആയിട്ട് വെച്ചിരിക്കുന്നത് വൈറ്റ് കളറിലുള്ള ക്യാൻഡിൽ ഹോൾഡറാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടം എന്നുള്ളതിൽ വെച്ചിട്ട് കളർ, ഷേപ്പ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്കിതിൽ ഏതാണ് ഇൻട്രസ്റ്റ് തോന്നുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക. കൂടാതെ ജെൻഡർലെസ് വീഡിയോയാണ്. മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ടൈംലെസ് വീഡിയോയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു ബ്ലൂ കളറിലുള്ള ക്യാൻഡിൽ ഹോൾഡറിൻ്റെ അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെ തന്നെ മനസ്സിൽ വിചാരിക്കുക, ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. ഡിയർ ആർക്കേഞ്ചൽ, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗൈഡ് മീ ദ വീൽ ഓഫ് ഫോർച്യൂൺ. അതായത് നിങ്ങൾക്ക് ലക്കാണ് കൂടുതലായിട്ട് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. ഏത് കാര്യത്തിലും ഒരുപക്ഷെ ഒരുപാട് തടസ്സങ്ങൾ, ചലഞ്ചസ് ഒക്കെ നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ, ജോബ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ കാര്യങ്ങളായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്ത് കാര്യത്തിലും ആ ഒരു കിട്ടാറാകുമ്പോൾ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ദിസ് മന്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ആ ഒരു കൃത്യസമയത്ത് നടന്നു കിട്ടുന്ന ഒരു സിറ്റുവേഷൻ. കാരണം ലക്കാണ് നിങ്ങൾ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ നിങ്ങൾ എബ്രോഡ് പോകാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. നടക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും. അല്ല എങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പോകാൻ ഏതെങ്കിലും ഒരു കോഴ്സ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് എടുക്കണം, അതിനുള്ള ഒരു സാഹചര്യങ്ങളില്ല, അല്ലെങ്കിൽ അത് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കാത്ത സിറ്റുവേഷൻ, അതിൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ട്, അത് ആരിൽ നിന്ന് കിട്ടും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരിൽ നിന്നെങ്കിലും ഇൻഫോർമേഷൻസ് കിട്ടും, നിങ്ങൾക്ക് പോയി പഠിക്കാൻ സാധിക്കും. അത്രമാത്രം ലക്കാണ് നിങ്ങൾക്ക് ഈ മാസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പലർക്കും ഒരുപക്ഷെ കിട്ടിയതിനെക്കുറിച്ച് ചിന്തിക്കാതെ കിട്ടാത്തതിനെക്കുറിച്ച് വളരെയധികം വ്യാകുലപ്പെടുന്ന ഒരു നേച്ചർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഡിവൈൻ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യൂ എന്നുള്ളത്. നിങ്ങളിൽ നിന്നും എടുക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ല ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം പലതും നിങ്ങൾക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനെ ഓർത്ത് നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്ന ആൾക്കാരുമായിരിക്കാം. പക്ഷേ ഇപ്പോഴുള്ള ആ ഒരു സാഹചര്യങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തൂ എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിനെ മറന്നു കളഞ്ഞ് സ്വയം ഹീൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് തന്നെ പോവുക എന്നുള്ളത്. സ്റ്റക്കായിട്ടുള്ള ഒരു എനർജി, പലയിടത്തും ബ്ലോക്കേജസ് ഒക്കെ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ അതിനെയെല്ലാം മറികടക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ മറികടന്നേ പറ്റൂ. കാരണം നിങ്ങൾക്ക് വരാണ്ടിരിക്കുന്നത് വളരെയധികം അബണ്ടൻസ് ഉള്ള കാര്യങ്ങളാണ്, അബണ്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇവിടെ 9 ഓഫ് വൺസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ വേദനിപ്പിക്കുന്ന കുറേ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളെ വേദനിപ്പിച്ച നിങ്ങളുടെ വ്യക്തിയിൽ ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കാം. അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലും കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ മൂലം അവർക്ക് പണം നഷ്ടപ്പെടേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നേക്കാം. ഇതെല്ലാം നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് അവരുടെ കൺമുന്നിലൂടെ തന്നെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഒരുപാട് തടസ്സങ്ങൾ വരും, പക്ഷെ അതിനെയെല്ലാം അഭിമുഖീകരിക്കാനും മുന്നോട്ട് പോവാനും നിങ്ങൾക്ക് ധൈര്യം കിട്ടുന്നു എന്നുള്ളതാണ് 9 ഓഫ് വൺസ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് തടസ്സങ്ങൾ വന്നേക്കാം, പക്ഷേ നിങ്ങൾക്ക് അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം ഡിവൈൻ തരുന്നു എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വളരെയധികം വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പകരം ഇനി തിരിച്ചു പിടിക്കാനുള്ള ആ ഒരു സാഹചര്യത്തെ
വഴിയൊരുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ടവർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എല്ലാത്തിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ദിസ് മന്ത് ഒരു പക്ഷേ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം മാറുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് മാറുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു വീട്ടിലേക്ക് മാറുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം. എന്തോ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടായിരിക്കാം നിങ്ങൾ ആ ഒരു ചേഞ്ചിനെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് നല്ല റിസൾട്ട് ഉണ്ടാവുന്ന, എപ്പോഴും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കേണ്ടത്, നല്ല ഒരു മാറ്റത്തിലൂടെ നിങ്ങൾ കടന്നു പോകും എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. അത്തരത്തിലൊരു മാറ്റമാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പോർട്ടൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഒരു പക്ഷേ അബണ്ടൻസിൻ്റേതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പണം നിങ്ങൾക്ക് ചിലവാക്കാനേ സാധിക്കുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് ചിലവ് വരുന്ന സിറ്റുവേഷൻ, വരവ് ചിലവ് കണക്കുകളൊന്നും ബാലൻസ്ഡ് ആവാതെ ഒരുപാട് പണം നിങ്ങളിൽ നിന്ന് പല വിധത്തിൽ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാൻ സാധിക്കും. അതിലുപരിയായിട്ട് നിങ്ങൾക്ക് നീതി നൽകുന്നു, ഡിവൈൻ നിങ്ങൾക്ക് നീതി നൽകുന്നു എന്നുള്ളതാണ്. നിങ്ങളെ വേദനിപ്പിച്ചവരിൽ നിന്ന്, നിങ്ങളെ മോശക്കാരാക്കിയവരിൽ നിന്ന് നിങ്ങൾക്കൊരു നീതി കിട്ടുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ജീവിതത്തെ നിങ്ങൾക്ക് ബാലൻസിൽ നിർത്താൻ പറ്റും. കാരണം വളരെയധികം ഇമോഷണലി നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നൊരവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ആ ഒരു കാര്യത്തെ ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കും. ഏജ് ഓഫ് വൺസ് എന്ന് പറയുന്ന പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ സാധിക്കും. നിങ്ങൾക്ക് നീതി കിട്ടുമ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് യൂണിവേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് വിജയമുണ്ട്, നന്മയുണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യമായിക്കൊണ്ട് പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കാൽ വയ്ക്കാൻ സാധിക്കും. എല്ലാത്തിലും ആക്ഷൻ എടുക്കാൻ പുതിയതായിട്ട് പുതിയൊരു പോർട്ടൽ, പുതിയ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നു. അത് ഡിവൈൻ തന്നതാണെന്ന് നിങ്ങൾ കരുതുന്നു. അതുപോലത്തെ സിറ്റുവേഷനാണ് ദിസ് മന്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഏജ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഒരു ആക്ഷനാണ്. അതൊരു എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്നു എന്നുള്ള ഒരു കാർഡല്ല, ഡിവൈൻ തന്നെ നിങ്ങളെ കൊണ്ട് ഒരു ആക്ഷൻ എടുപ്പിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ദ വേൾഡ് ഒരിക്കലും ഇത് നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവസരം ഉണ്ടാവുകയാണ്. എബ്രോഡ് ജോബ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. അതിലുപരി നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിൽ ഒരു സന്ദേശം നിങ്ങളുടെ കാതുകളിൽ എത്തുന്നതാണ്. അത് ഒരുപക്ഷെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബിൻ്റെ ഒരു കോൾ, ഒരു അഡ്വൈസ് ആകാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നു, നടക്കുന്നു, പൂർത്തിയാകുന്നു. നിങ്ങൾ എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാകുന്നു. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അത് ഫുൾഫിൽമെൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടന്ന് കിട്ടുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ പഠിക്കാനായിട്ട് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടുതലായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ളൊരു സാഹചര്യം വരുന്നു. എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾ എൻ്റർ ആകുന്നു. പുതിയ ജോബ്, കരിയർ ഒക്കെ കിട്ടുന്നു. അതിനുള്ള ഫിനാൻഷ്യൽ മെറ്റീരിയൽ കിട്ടുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്നേഹം മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് തുറന്നു കാണിക്കാനും ഒക്കെ സാധിക്കുന്ന സിറ്റുവേഷൻസ്, നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ സ്നേഹിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, അതുപോലെ തന്നെ എന്താണ് ഒരു ആഗ്രഹ സഫലീകരണം, ഇതാണ് കൂടുതലായിട്ട് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അതിനെ 9 ഓഫ് കപ്സ് എന്ന് പറയും. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ മാറ്റങ്ങൾ വരുത്തുന്നു. നിങ്ങൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ഒരു ഹാൻസം ആകുന്നു. നിങ്ങൾ അതിന് സമയം കണ്ടെത്തുന്നു. മറ്റുള്ളവർക്ക് തോന്നുന്നു നിങ്ങൾ വളരെയധികം മാറിപ്പോകുന്നുണ്ട്, നിങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്യൂനോസ്ഫേഡ് എന്നൊരു എനർജിയിലേക്കാണ് നിങ്ങൾ മാറുന്നത്. അതായത് ഇതുവരെ ഇമോഷണലി ചിന്തിക്കുക എന്നുള്ള ഒരു കാര്യം മാറ്റിയിട്ട് നിങ്ങൾ പ്രാക്ടിക്കലായിട്ടും ബുദ്ധിപരമായിട്ടും ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ഐഡിയാസ് എല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് കൂട്ടുകൂടാനും അവരുടെ ഐഡിയാസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ക്യൂനോസ്ഫേഡ് എന്ന് പറയുമ്പോൾ ഒരു ദൈവികമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇവിടെയുണ്ട്. ആർക്കേഞ്ചൽ മിഖായലിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട്. അതുപോലെ തന്നെ ഏഞ്ചൽസിൻ്റെ പ്രസൻസ് നിങ്ങൾക്കുണ്ട്.
ഇവിടെ യഥാർത്ഥത്തിൽ ഈ മാസം നിങ്ങളിലേക്ക് കടന്നു വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ചേഞ്ചാണ്, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഫുള്ളി നിങ്ങൾ ട്രാൻസ്ഫോം ആവുകയാണ്. അതായത് ഫസ്റ്റ് കാർഡ് നിങ്ങൾ കണ്ടിരുന്നോ, 5 ഓഫ് കപ്സ് എന്നുള്ളതാണ്. റിഗ്രറ്റ് ചെയ്തിട്ട് വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ ഓർത്തിട്ട് ഒരുപാട് സങ്കടപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ സ്വയം സ്നേഹിക്കപ്പെടുകയും അല്ലെങ്കിൽ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. ഒരു മാറ്റം അത് തന്നെ നിങ്ങളെ ഇതുവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നവരിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവരെ മനസ്സിലാക്കി അതും നിങ്ങൾ ചേഞ്ച് ആക്കുന്നു എന്നുള്ളതാണ്. ക്യൂനോസ്ഫൈഡ് എന്ന് പറഞ്ഞ ഒരു എനർജിയിലേക്ക് ചേഞ്ച് ആകുന്നു എന്നുള്ളതാണ്. എല്ലാം മനസ്സിലാക്കി, മറ്റുള്ളവരെ മനസ്സിലാക്കി സ്വയം ശക്തി ആർജിച്ച് വരുന്ന ഒരു വ്യക്തിത്വം, പേഴ്സണാലിറ്റി തന്നെ ചേഞ്ച് ആവുകയാണ്. ദിസ് മന്ത് ഏറ്റവും കൂടുതൽ നിങ്ങളിലേക്ക് വരുന്നത് ലക്കാണ്. ആ ഒരു ലക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാകുന്നത്. ഇവിടെ മെറ്റീരിയൽ ഹാർവെസ്റ്റ് എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അബണ്ടൻസ്, ചിലപ്പോൾ എന്തെങ്കിലും വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന, മോടി പിടിക്കാൻ ആഗ്രഹിക്കുന്ന, മെയിൻ്റനൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ കടം കൊടുത്തിട്ട് അത് കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അവർ കുറേശ്ശെയെങ്കിലും തരാമെന്നുള്ള ഒരു കാര്യം പറയുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് അവർ കൊണ്ടുതരുന്നതുമായിരിക്കാം. ഇനി ഫെർട്ടിലിറ്റി, ചില പേർക്ക് സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റി വെക്കാൻ സാധിക്കും. ഇനി ഇത് ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും തുടങ്ങുന്നതും ആകാം. പുതിയൊരു കാര്യത്തിന് നിങ്ങൾ ജന്മം കൊടുക്കുന്നു. ഒരുപക്ഷെ എന്തെങ്കിലും പ്രസ്ഥാനം തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്നു എന്നുള്ള ഒരു ഡിവൈൻ സന്ദേശമാണ് ഫെർട്ടിലിറ്റി എന്നുള്ളൊരു കാര്യം. ഇനി ഈ ഒരു ഫെർട്ടിലിറ്റി എന്നുള്ള ആ ഒരു കാര്യം എന്തെങ്കിലും തുടങ്ങുക എന്നുള്ളതല്ല, അത് നിങ്ങൾക്ക് ഫുൾഫിൽമെൻറ്റിലേക്ക് വരും, അത് നല്ലതായി കിട്ടും എന്നുള്ളൊരു സൂചനയും കൂടിയാണ് വരുന്നത്. ഇനി ഇവിടെ ട്രൂത്ത് എന്നുള്ളതാണ്. ഇവിടെ ട്രൂത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കുകയും, അതായത് എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിലെന്താണ്, അതിലെ സത്യമുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിവീൽ ചെയ്ത് കിട്ടുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണകൾ മറ്റുള്ളവരുടെ അടുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ മറ്റുള്ളവർ ചിന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറിക്കിട്ടുന്നതാണ്. ട്രൂത്ത്, സത്യം മറ നീക്കി പുറത്ത് വരുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അത് ആരൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഡിവൈൻ തന്നെ അതിനുള്ളൊരു വഴി ഒരുക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് റിലേഷൻഷിപ്പിലും ആകാം. തെറ്റിദ്ധരിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പേഴ്സൺ ഒക്കെ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുന്ന ആ ഒരു സിറ്റുവേഷനും ആയിരിക്കാം. ഇനി ലവ് ഒറാക്കിൾ കാർഡ് നിങ്ങളോട് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്, എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഡീപ്പ് ഇൻ യുവർ ഹാർട്ട് യു ആർ ഓൾറെഡി നോ ദ ആൻസർ, ഡു വാട്ട് ഫീൽ ഈസ് റൈറ്റ്. അതായത് നിങ്ങൾക്കിപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, അത് തന്നെയാണ് സത്യം. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ആഴത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ആ ഒരു ചിന്തകൾ അറിയാൻ പറ്റുന്നുണ്ട്. അവരുടെ സ്നേഹം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് സത്യം. അപ്പോൾ നിങ്ങൾക്കറിയാം, അതായത് ഈ ഒരു റീഡിംഗ് കാണുന്നവർക്ക് അവരുടെ മനസ്സിൽ തന്നെ അറിയാം നിങ്ങളുടെ ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന്. ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങളുടെ ദേഷ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്നുള്ളതാണ്. ഇവിടെ നോ എന്നാണ് ഏഞ്ചൽ മെസ്സേജ്. അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് നോ എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോ എന്ന് പറയാം. നിങ്ങൾക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ പറയാം. നിങ്ങളിലേക്ക് മോശമായിട്ട് വരുന്ന ഏത് കാര്യങ്ങളെയും നിങ്ങൾക്ക് നോ എന്ന് പറഞ്ഞ് ഒഴിവാക്കാം. അല്ലെങ്കിൽ നോ എന്ന് പറയാൻ പഠിക്കൂ എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ്. ഇറ്റ്സ് അപ് ടു യു. എല്ലാം നിങ്ങളിൽ തന്നെയുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെയധികം അറിവുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ചില കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഹാർട്ടിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ, അതിൻ്റെ ആൻസർ കിട്ടും.
അതാണ് ഡിവൈൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഡിലൈറ്റ്, ചിലപ്പോൾ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും അതുപോലെ തന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ദുഃഖവും ഒക്കെ തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചിരിക്കൂ. ഡിലൈറ്റ്, നിങ്ങൾക്ക് ഇപ്പോൾ ചിരിക്കേണ്ടതായിട്ടുള്ളൊരു ടൈമാണെങ്കിൽ നിങ്ങളൊന്ന് ചിരിക്കൂ എന്ന് ഡിവൈൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സ് തുറന്ന് ചിരിക്കുക, വരാനിരിക്കുന്ന അബണ്ടൻസിനെ ഓർത്ത്, അല്ലെങ്കിൽ അത് മനസ്സുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ തന്നെ നഴ്സർ, നിങ്ങൾ ഒരുപാട് ടെൻഷനിലായിരിക്കും, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം മറന്നു പോകരുത്. അതായത് കുട്ടികളെ വളരെയധികം സ്നേഹത്തോടു കൂടി നിങ്ങൾ പരിഗണിക്കുക, അവരെ പഠിപ്പിക്കുക, അവർക്ക് സ്നേഹം കൊടുക്കുക. എപ്പോഴും നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോൾ അവർ ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടാവും, പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ ദേഷ്യം മുഴുവൻ ചിലപ്പോൾ അവരുടെ അടുത്ത് പ്രകടിപ്പിച്ചു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ മറികടക്കുക. കാരണം ആ ഒരു സ്നേഹം അവർ അർഹിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ നഴ്സർ എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞിനോട് മാത്രമല്ല, മറ്റുള്ളവരുടെ അടുത്തും പാരൻസ്, പ്രായമായിട്ടുള്ള പാരൻസിനോട് നിങ്ങൾ ഈ ഒരു കാര്യം തന്നെ കാണിക്കുക. അതായത് അവരുടെ അടുത്ത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ പാർട്ട്ണറോടത്ത് ഒരുപാട് ദേഷ്യം ഉണ്ടാകുമ്പോൾ, കുട്ടികളോട് ദേഷ്യം ഉണ്ടാകുമ്പോൾ, നിങ്ങൾ ആ ഒരു ദേഷ്യമൊന്നും, അല്ലെങ്കിൽ ഓഫീസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു ദേഷ്യമൊന്നും നിങ്ങളുടെ പാരൻസിനോട് കാണിക്കാതിരിക്കുക. അവരെ കൂടുതലായിട്ടൊന്ന് സ്നേഹിക്കുക. ആ ഒരു സിറ്റുവേഷനും ഡിവൈൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ അടുത്ത് സ്നേഹം ഉണ്ടാവാം. നിങ്ങൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് ക്ഷമ പറയുന്ന സിറ്റുവേഷൻസും ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ അവരുടെ ദേഷ്യപ്പെടാതിരിക്കുക. അവരൊരുപാട് കെയർ ചെയ്യുക. അവർ കെയറിങ് ഒരുപാട് ഡിസർവ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് ചിലൈറ്റ് ക്യാൻഡിൽ എന്താണ് പറയാനായിട്ട്? ആർച്ച് വേ, ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, പോസിബിലിറ്റീസ്, പാത്സ് ഓപ്പണിങ്. പുതിയ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ള വഴി നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വഴിയാണ് തെളിയുന്നത് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പുതിയൊരു പോർട്ടൽ നിങ്ങൾക്ക് വരുന്നുണ്ട്, പുതിയൊരു എനർജി ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ, അതാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇവിടെ പാരറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് someone will gossip about all your secrets. നിങ്ങളുടെ സീക്രട്സിനെ കുറിച്ച് ചില ആൾക്കാർ ഗോസിപ്പ് പറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സ്കൾ എന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഹിഡൻ സീക്രട്സ് ക്യാൻ ഹാം യു. ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ഹാനികരമായിരിക്കും എന്നുള്ളത്. അതായത് നിങ്ങളുടെ ചില സീക്രട്സ് ഒക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഒരു ട്രീ എന്ന് കിട്ടിയിട്ടുണ്ട്. അഫെയർസ് വിത്ത് യുവർ ഫാമിലി മൊത്തമായിട്ട് കൂട്ടുകൂടാനും പരസ്പരം കാര്യങ്ങൾ പറയാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഇവിടെ വെയിൽ, ഗ്രേറ്റ് വെറി ഓവർ നത്തിങ്. നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുകയും ഒരുപാട് വെറി ആകുകയും ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻസൊക്കെ അങ്ങ് പോകും. അതായത് വലിയൊരു ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്കതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഹായ്, പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ള അവർക്കുള്ള റീഡിംഗ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങളുടെ ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്താണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദിസ് മന്ത് കടന്നു വരുന്നത്? എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത്? എന്താണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത്? ഇവിടെ 2 of Wands എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ വളരെയധികം ആലോചിക്കുന്നുണ്ട് ചില കാര്യങ്ങളെപ്പറ്റി. ഒരു പക്ഷേ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ജോബിനെ കുറിച്ചായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. കരിയർ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നടന്നു കിട്ടും. അതായത് ഇത് കാണുന്ന ആൾക്കാർ എബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ജോബ് കിട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നടക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ എബ്രോഡാണുള്ളതെങ്കിൽ നിങ്ങളുടെ വീട്ടിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ആകുലതകൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്.
ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. 2 വഴികളുണ്ടായിരിക്കാം അത് നേടാൻ വേണ്ടിയിട്ട്. അതിൽ ഏതിലൂടെ പോകണം അല്ലെങ്കിൽ എന്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് അതറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനും ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ പ്രപ്പോസൽ വന്നിട്ടുള്ള 2 കാര്യങ്ങളായിരിക്കാം. അതിൽ നിങ്ങൾക്ക് വളരെ വൈസായിട്ട് നല്ലതെന്താണോ, പാഷൻ എന്താണോ നിങ്ങളുടേത്, നിങ്ങൾക്കത് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വൈസ്ലി ചൂസ് ചെയ്യുന്നതായിരിക്കും ആ ഒരു സിറ്റുവേഷൻ. ഫസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് വൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങൾ എന്താണ് പാഷനേറ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം, അതായത് ഒരു ജോബ് ആകാം ഒരു പക്ഷേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്നതായിരിക്കാം, പ്രൊജക്റ്റ് ഒക്കെ ആയിരിക്കാം. അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് വന്ന് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഒരുപാട് പണം അതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപാട് പേരോട് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരിക്കാം, പണം വാങ്ങിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്കത് 7 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് സക്സസ്ഫുൾ ആകും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കത് സക്സസ്ഫുൾ ആകുകയും ചെയ്യുന്നുണ്ട്. ചിലവർക്ക് പ്രൊമോഷൻ ആയിരിക്കാം കിട്ടുന്നത്. നിങ്ങൾ എന്ത് സാഹചര്യത്തിലാണോ ഇപ്പോൾ ഉള്ളത്, നിങ്ങൾ ഏത് പോസ്റ്റിലാണോ ഇപ്പോൾ ഉള്ളത്, അതിൽ നിന്നൊരു സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് കിട്ടുന്നതാണ്, ഹൈക്ക് കിട്ടുന്നതാണ് എന്നുള്ളതാണ്. ചിലവർക്ക് ഹയർ ഗ്രേഡ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു വിജയമാണ് നിങ്ങളെ തേടിയെത്തുന്നത്. അപ്പോൾ നിങ്ങൾ പാഷനേറ്റായിട്ട് മനസ്സിൽ കരുതുന്ന ഒരു കാര്യം നിങ്ങളുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിലാണ് നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ജോബിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണോ ശ്രമിക്കുന്നത്, ഏത് ജോലിക്കാണോ നിങ്ങൾ ശ്രമിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അഫർമേഷൻ പറഞ്ഞിട്ടുള്ളത്, വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത്, അത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, അത് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മാനിഫെസ്റ്റേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾക്കത് തീർച്ചയായിട്ടും കിട്ടും. അത് നിങ്ങളുടെ കൈപ്പിടിക്കുള്ളിൽ ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് സ്വേഡ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആകുന്നതാണ്. വളരെയധികം ഇമോഷണലി ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഒരുപക്ഷെ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നല്ല ന്യൂസുകൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട്, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ ജോബ്, കരിയർ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന, ചിലപ്പോൾ നിങ്ങളൊരു കലാകാരനോ കലാകാരിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളായിരിക്കാം കിട്ടുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. എന്തായാലും ഡാൻസ് അതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, നിങ്ങൾ ഇമോഷണലി വളരെയധികം സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് വരുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ അകന്നു നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ പ്രീവിയസ് മന്ത്, പ്രീവിയസ് ഇയർ ഒക്കെ നിങ്ങൾ അകന്നു നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങളുടെ കൂടെ കൊണ്ട് വരാനായിട്ട് സാധിക്കും, നിങ്ങളുടെ അടുത്ത് നിർത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കതിൽ നിന്ന് റിലീഫ് കിട്ടുന്നതാണെന്നുള്ളതാണ്. കുറച്ച് ചലഞ്ചസും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴാണ് നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഫുൾ ആകുന്നത്. നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിക്കിട്ടുന്നതാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെയധികം ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചായിരിക്കില്ല നിങ്ങളുടെ വിഷമങ്ങൾ മുഴുവൻ, മറ്റുള്ളവരെ കുറിച്ചായിരിക്കാം. ചിലപ്പോൾ അവരുടെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനസികാവസ്ഥ ഒക്കെ നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവരെ ഓർത്ത് കുറച്ച് വിഷമിക്കുന്നൊരു സിറ്റുവേഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കാം. ഏതായാലും ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ റിലീഫ് കിട്ടുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊരു യാത്ര പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊരു സ്നേഹം വരുന്നുണ്ട്. അത് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നാകാനുള്ളൊരു സാധ്യതയുണ്ട്. ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നത്. അത് നിങ്ങൾക്ക് ദിസ് മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ചില പേർക്കതൊരു വിവാഹമാണ്. കാരണം
നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ക്യൂൻ ഓഫ് കപ്സ്. ഒരുപക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു സന്ദേശവുമാകാം. അല്ലെങ്കിൽ ഈ യാത്ര പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തേക്കായിരിക്കാം. അതുകൊണ്ട് ആ ഒരു സ്നേഹമാണ് നിങ്ങൾ കൂടുതലായിട്ട് ദിസ് മന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ, അത് നിങ്ങളോടാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡെത്ത് കാർഡാണ്. ചില കാര്യങ്ങൾ എന്തായി പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നിടത്ത് ഇനി ഒരിക്കലും അതുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നിടത്ത് അത് വീണ്ടും പുനർജനിക്കുന്നു. ആ ചിന്തകളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയമാവാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയുന്ന ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ കരിയർ ആകാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കിനി ലഭിക്കില്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് റീബർത്ത് ചെയ്ത് കിട്ടുവാണ്. ഇവിടെ ഒബ്സ്റ്റിക്കിൾസ് ആൻഡ് ചലഞ്ചസ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ദിസ് മന്ത് കുറച്ച് ഒബ്സ്റ്റിക്കിൾസും ചലഞ്ചസും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. യാത്രകൾ പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. ഒരു ചലഞ്ചസ് ചിലപ്പോൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് ചേഞ്ച് ആവുന്ന കാര്യത്തിലോ ഒക്കെ ആയിരിക്കാം. ഒരുപക്ഷെ ഇതിലേത് തിരഞ്ഞെടുക്കണം, രണ്ട് ഓപ്ഷൻ ഉണ്ടായിട്ട് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യവും ആകാം. പക്ഷെ ഇവിടെ ചൂസ് വൈസ്ലി. യെസ്, രണ്ട് കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവാം. രണ്ട് കാര്യങ്ങളല്ല, കുറേ കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതിലേത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ചിന്ത തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന കാര്യമാണ്. ഒബ്സ്റ്റക്കിൾസ് ചലഞ്ചസ് വരുമ്പോൾ ഏതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, അങ്ങനൊരു ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം മാത്രം ചിന്തിക്കുക, സെലക്ട് ചെയ്യുക. ഇവിടെ ഇമോഷണലി വിഡ്രോവൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ കുറേ അധികം വിഷമമുള്ളൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രീവിയസ് മന്ത്, പ്രീവിയസ് ഇയർ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ റിലീഫ് കിട്ടുന്നതാണ്. കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹീലിംഗ് എന്തായാലും വരുന്നുണ്ട്, ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. മനസ്സിൻ്റെ ആ ഒരു ഭാരം മാറുന്ന സിറ്റുവേഷൻസ്, ഇത്ര നാളും നിങ്ങൾ ഭാരപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം, പേടിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. ഏതായാലും നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നതാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് റിലീഫ് കിട്ടുന്നതാണ്. എന്തിൻ്റെയോ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നിട്ടുണ്ടാവാം, അതെല്ലാം നിങ്ങൾക്ക് മാറി മനസ്സ് ശാന്തമാകുന്നതാണ്. ഇവിടെ റൊമാൻസ് എന്ന് കിട്ടിയിട്ടുണ്ട്. ക്യൂപ്പിഡ് ആരോ സ്ട്രൈക്സ്, അതായത് പ്രണയമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. കാരണം ആരോ നിങ്ങളെ വളരെയധികം പ്രണയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രണയം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്രഷ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയുന്നതായിരിക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഒരു പ്രണയം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് വരുന്നതായിരിക്കും. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഹൃദയം എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള സമയമൊന്നും അല്ല എങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കും. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കേണ്ട, പക്ഷേ കരിയർ ആയാലും റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾക്കത് നടന്നു കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്ന കാര്യം ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ. എല്ലാം നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഫുൾ ആകാതിരിക്കുക, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആകാതിരുന്നിട്ട് നിങ്ങളതെല്ലാം ഒന്ന് ഒരു ലാഘവത്തോടു കൂടി കാണുക. സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യമില്ല. അതിൻ്റെ കാരണം സസ്റ്റെയിൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാ അബണ്ടൻസും ഭഗവാൻ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളിലേക്ക് ലഭിക്കുന്ന അബണ്ടൻസ് നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നുണ്ട്. അത് എല്ലാ തരത്തിലും, ഫിനാൻഷ്യലി, ഐഡിയാസ് കിട്ടുന്നുണ്ട്, ജോബ് ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, വസ്ത്രങ്ങൾ കിട്ടുന്നുണ്ട്, എല്ലാം ഭഗവാൻ തരുന്നുണ്ട് എന്നുള്ളതാണ്. ദിസ് മന്ത് നിങ്ങൾ എന്താണ് അട്രാക്റ്റ് ചെയ്യുന്നത്? ഇവിടെ സിസേഴ്സ്. ഡിസപ്പോയിൻമെൻറ്റ് ഇൻ സം അഫെയർ. ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു നിരാശ വന്നേക്കാം. അത് ഏതെങ്കിലും ബന്ധങ്ങളിലായിരിക്കാം ഉള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിലപിടിപ്പുള്ള എന്തെങ്കിലും സമ്മാനങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതോ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ മൈസ് ഡിസ്കോർഡ് എമംഗ് ഫ്രണ്ട്സ് ഓഫ് ഫാമിലി. ബന്ധുക്കൾക്കിടയിലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നിങ്ങളത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഇവിടെ
പീരീഡ് ഓഫ് ഫ്രസ്ട്രേഷൻ, കുറച്ച് ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട്. ലെസൺസ് ടു ബി ലേൺഡ്, അത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, വ്യക്തികളെ പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. ഏഞ്ചൽ, സ്പിരിച്വൽ ഗൈഡൻസ്, നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഫ്രം ഹാം, മറ്റുള്ളവരിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഫ്ലാഗ്, ഡു നോട്ട് ബി ടെംപ്റ്റഡ് ടു ലോവർ യുവർ സ്റ്റാൻഡേർഡ്സ്, അതായത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്ത കാർഡ് ബ്രെഡ്, പീരീഡ് ഓഫ് പ്രോസ്പെരിറ്റി, വളരെയധികം പ്രോസ്പെരിറ്റിയുടെ പീരീഡിലാണ് ഓഗസ്റ്റ് മന്ത്. ആൻഡ് അബണ്ടൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക.